ഇന്ന് നമ്മളുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ എന്താണ് 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 പേര്? എന്താണ്? യെസ്, ഒരുമിക്കാം നമ്മുടെ മക്കൾക്കായി. ആരാണ് മക്കള്? ആരാണ് മക്കള്? നിങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇത്രയും പേരെ ഒരുമിപ്പിക്കാനായിട്ട് എത്തിയിരിക്കുന്ന ആരൊക്കെയാണ്? ജനം TV, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ അതിന് പിന്തുണ നൽകുന്ന സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റൽ, ജിടെക്, ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റൽ, പോത്തീസ്, ഇങ്ങനെ പല സ്ഥാപനങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ അണിനിരന്നിരി ഇതിന് വേണ്ട പിന്തുണ നൽകുന്ന സ്ഥാപനങ്ങൾ. ഒരു വലിയ സംരംഭമാണ് ഈ ജനം TV തുടങ്ങി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു സാമൂഹിക പ്രതിബദ്ധത അതിൻ്റെ ഭാഗമായിട്ട് അത് പൂർണ്ണമായിട്ടും ഏറ്റെടുത്തുകൊണ്ട് ഈ ദൃശ്യമാധ്യമം ജനം TV നമ്മുടെ ഇടയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ദൃശ്യമാധ്യമങ്ങൾക്ക് ഈ സന്ദേശം വളരെ വേഗം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. നമുക്കൊരു വ്യക്തിക്കോ ഒരു ചെറിയ സ്ഥാപനത്തിനോ ചെയ്യുന്നതിലുപരി നാടൊട്ടുക്ക് മിനിറ്റുകൾക്ക്, നിമിഷങ്ങൾക്കകം ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നതാണ് ദൃശ്യമാധ്യമങ്ങൾ. അത് പല ദൃശ്യമാധ്യമങ്ങളും നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും നിങ്ങൾക്കായിട്ട് ഈ ദൗത്യം ഏറ്റെടുത്തത് ജനം TV ആണ്. എന്തുകൊണ്ട് കലാലയങ്ങളിലേക്കും സ്കൂളുകളിലേക്കും എത്തിച്ചേർന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗം നടക്കുന്നതും വിൽപ്പന നടക്കുന്നതും കലാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ്, വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു വിശ്വാസമുണ്ട്, വിദ്യാധിരാജ വിദ്യാപീഠത്തിൽ ഇങ്ങനെയുള്ള യാതൊരു വസ്തുക്കളും എത്തിക്കുവാൻ ആരും എത്തുന്നില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് ഏറെ എന്നോട് സംസാരിക്കുന്ന മാതാപിതാക്കളൊക്കെ എന്നോട് പങ്കുവയ്ക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത്ര സുരക്ഷിതമായ ഒരു ക്യാമ്പസാണ് നമ്മളുടെ ക്യാമ്പസ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് പല വിദ്യാലയങ്ങളിലും മാതാപിതാക്കൾക്ക് കുട്ടികളെ വിടാൻ ഭയമാണ്. അതിനെ ചുറ്റിപ്പറ്റിയാണ് വിദ്യാലയങ്ങളെയും കോളേജുകളെയും കേന്ദ്രീകരിച്ചാണ് ഇന്ന് മയക്കുമരുന്ന് മാഫിയയുടെ പ്രവർത്തനമെന്ന് പറയുന്നത്. അതിനോടൊപ്പം ഇതിൻ്റെ പിന്നിൽ അന്താരാഷ്ട്ര ലോബികളുണ്ട്. അതായത് നമ്മുടെ ശത്രു രാജ്യങ്ങൾ, ഇപ്പം പാകിസ്ഥാന്, അഫ്ഗാനിസ്ഥാന്, മുമ്പേ നൈജീരിയൻ പ്രതികളെ പിടിച്ച കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ കഴിഞ്ഞ മാസം നമ്മളുടെ തുറമുഖത്തിനടുത്തുനിന്ന് പിടിച്ചത് ഒരു ഷിപ്പ് നിറച്ച് മയക്കുമരുന്നാണ്. അതിൻ്റെ പിന്നിൽ പാകിസ്ഥാനായിരുന്നു. അപ്പോൾ ശത്രു രാജ്യങ്ങൾ നമ്മുടെ രാജ്യങ്ങളെ ഇല്ലാതാക്കുവാൻ ഇവരുടെ വിപണനത്തിനുള്ള ഒരു മാർക്കറ്റായിട്ട് തന്നെ നമ്മുടെ രാജ്യത്തെ മാറ്റിയിരിക്കുകയാണ്. അതും നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ നമ്മളുടെ മാനുഷിക വിഭവശേഷിയെ നശിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും ശത്രു രാജ്യങ്ങൾക്കും ഇതിന് പിന്നിലുണ്ട്. പിന്നെ സാമ്പത്തികമായ നേട്ടമുണ്ടാക്കുവാൻ പല ആൾക്കാരും ഇതിൻ്റെ പിന്നിൽ വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. നിങ്ങൾ വിദ്യാർത്ഥികളെ പോലും കരുക്കളാക്കാറുണ്ട്. കഴിഞ്ഞ വർഷമാണ് തിരുവല്ലയിൽ ഒരു 3 വയസ്സുകാരി ഒരു കുഞ്ഞിനെ ഉപയോഗിച്ച് അച്ഛൻ മയക്കുമരുന്നിൻ്റെ വിൽപ്പന നടത്തിയത്. ഡ്രസ്സിനകത്ത് വെച്ച് കുട്ടിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു. കുഞ്ഞിനറിയില്ല എന്താണ് കൊടുത്തുവിട്ടതെന്ന്. അപ്പോൾ കുഞ്ഞുങ്ങളെ ആരും സംശയിക്കില്ല. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കഴിഞ്ഞ എനിക്കൊന്ന് തൃശ്ശൂരാണ് ഒരു സംഭവം നടന്നത്. പിന്നെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മയക്കുമരുന്നും കൊണ്ട് ആ വാഹനത്തിൽ ബാഗിൽ കയറിയ ആൾ പോലീസ് കയറി ചെക്കിങ് നടന്നപ്പോൾ അടുത്തിരുന്ന കുട്ടിയുടെ മടിയിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പിടിച്ചോളാൻ പറഞ്ഞു. അവരുടെ ഭാഗം സേഫായി. നിങ്ങൾ ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ തരുന്നത്. അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഇതും വാങ്ങിച്ചുകൊണ്ട് സേഫായിട്ട് അവർ ഇറങ്ങിപ്പോകും. ബൈക്ക് കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിച്ചിട്ട് ചിലപ്പം തരും. അപ്പം നിങ്ങൾ അറിയാതെ തന്നെ ഇതിൻ്റെ കാരിയർ ആകാനുള്ള സാധ്യതകളും വളരെയധികം. നിങ്ങൾ വളരെ ജാഗരൂകരായിരിക്കണം. സമൂഹത്തിൽ പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ അവരുടെ ഭാഗം സേഫാകാനായിട്ട് അവരുടെ കൈവശമുള്ള സാധനം നിങ്ങളെ ഏൽപ്പിച്ചിട്ട് അവർക്ക് ഇറങ്ങേണ്ട സ്ഥലമാകുമ്പോൾ അവർ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന രീതി വരെ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ വരെ നടന്നിട്ടുണ്ട്. അപ്പോൾ ശിക്ഷ വരുന്നത് ഇത് കയ്യിലിരിക്കുന്ന ആളുടെ പേരിലായിരിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ദൗത്യം അതായത് നമ്മളുടെ രാഷ്ട്രം സ്വാതന്ത്ര്യം കിട്ടി 2047 100 വർഷം തികയാണ്. രാഷ്ട്രത്തിൻ്റെ പരമവൈഭവത്തിലേക്ക് ലോകരാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുന്ന രാഷ്ട്രമായിട്ട് നമ്മളുടെ രാഷ്ട്രം വളരുകയാണ്, അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ 2047 എത്തുമ്പോഴത്തേക്കും ഈ രാജ്യത്തിൻ്റെ യുവ തലമുറ എന്ന് പറയുന്നത് നിങ്ങളാണ്. അപ്പോൾ 35-37 വയസ്സ് 2047 എത്തുമ്പോഴേക്കും എത്തുന്നത്, ആ പ്രായത്തിലേക്ക് എത്തുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലാണ് ഭാവി രാഷ്ട്രത്തിൻ്റെ. ഞങ്ങളുടെ പ്രതീക്ഷ, വിദ്യാലയത്തിൻ്റെ പ്രതീക്ഷ നിങ്ങളാണ്, മാതാപിതാക്കളുടെ പ്രതീക്ഷ നിങ്ങളാണ്, രാഷ്ട്രത്തിൻ്റെ പ്രതീക്ഷ നിങ്ങളിലാണ്. അതുകൊണ്ടാണ് ജനം TVയെ പോലെയുള്ള ഈ ദൃശ്യമാധ്യമം നിങ്ങളുടെ ഇടയിലേക്ക് ഈ പ്രവർത്തനവുമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് എത്തിയിരിക്കുന്ന ജനം മാധ്യമത്തെ നമ്മൾ
വളരെയധികം പ്രശംസിക്കണം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. കൈ ഉയർത്തി, ഗിവ് ദം എ ബിഗ് ക്ലാപ്പ്. കൈ ഉയർത്തി കൈയടിക്കുക. ഇത് ഇവർക്കൊരു വലിയ പിന്തുണയാണ് നമ്മൾ നൽകുന്നത്. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ വയ്യാത്ത ഒരു കാര്യമാണ്. ലോകം ഒട്ടുക്കും അവർ ആ സന്ദേശം എത്തിക്കണം. പ്ലീസ് ഇടാം. അപ്പോൾ അതിന് നമ്മളുടെ പിന്തുണ ആണ് നിങ്ങൾ കയ്യടിയായിട്ട് നിങ്ങൾ കൊടുത്തത്. നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ, നിങ്ങളുടെ ജീവിതത്തിലൂടെ ഇതിന് പൂർണ്ണ പിന്തുണ നൽകണം. നിങ്ങൾ അതിന് ഇരയാകരുത് എന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സഹപ്രവർത്തകർ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിലും ഇതിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമവും കൂടെ നടത്തണം. ജനം TV നടത്തുന്ന പോലെ സാമൂഹിക പ്രതിബദ്ധത നമ്മളിലുണ്ട്. ആ പ്രതിബദ്ധത നമ്മൾ ഏറ്റെടുത്തുകൊണ്ട്, ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളും സേ നോ ടു ഡ്രഗ്സ് എന്നുള്ള മുദ്രാവാക്യം ഏറ്റെടുക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. താങ്ക് യു സർ. ആ പിന്തുണ ഞങ്ങൾ വിനയ പുരസ്സരം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുകയാണ് ടീം ജനം. താങ്ക് യു മക്കളെ. ഇനി ആശംസ അറിയിക്കാൻ വേണ്ടി GTECന്റെ സെന്റർ ഡയറക്ടർ ശ്രീമതി സ്മിത എസ് നായരെയും വിനയ പുരസ്സരം ക്ഷണിക്കും. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട അധ്യാപകർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. ഒരുമിക്കാം നമ്മുടെ മക്കൾക്കായി എന്ന ജനം TVയുടെ ഈ ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിനിൽ GTEC എഡ്യൂക്കേഷനും ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കേരളത്തിലുടനീളം ഒരുമിക്കാം നമ്മുടെ മക്കൾക്കായി എന്ന ജനം TVയുടെ ഈ ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിൻ വളരെ വിജയകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനോടൊപ്പം നമ്മുടെ കുട്ടികൾ മറ്റ് ലഹരിക്ക് പുറകെ പോകാതെ പഠനമെന്ന ലഹരിയിലേക്ക് മാറട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.